ശ്മശാന നിർമ്മാണം നടത്തുന്ന കോസ്റ്റ് ഫോർഡിന് അന്ത്യശാസനം. നിർമ്മാണം തുടങ്ങി 2.5 വർഷം കഴിഞ്ഞിട്ടും പണികൾ പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് നിയമ നടപടിക്ക് ഒരുങ്ങി വടക്കേകാട് പഞ്ചായത്ത്. നിർമ്മാണ പ്രവൃത്തികൾക്കായി ഇതിനോടകം 51 ലക്ഷം രൂപ കോസ്റ്റ് ഫോർഡിന് നൽകിയതായും ഈ മാസം 30-നകം പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ കരാർ റദ്ദ് ചെയ്ത് നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു പറഞ്ഞു. പ്രവൃത്തിയുടെ നിരക്കിന്റെ 30% തുക വീഴ്ച വരുത്തിയ കരാറുകാരനായ കോസ്റ്റ് ഫോർഡിൽ നിന്നും ഈടാക്കുന്നതിനും ഏജൻസിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനും പദ്ധതി സ്റ്റിൽ ഓവറായി തുടങ്ങേണ്ടി വന്നതിനാൽ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനും പഞ്ചായത്ത് യോഗത്തിൽ തീരുമാനിച്ചതായി ഇവർ പറഞ്ഞു. കോസ്റ്റ് ഫോർഡുമായി നിലവിലുള്ള നിർമ്മാണ പൂർത്തീകരണ കാലാവധി കഴിഞ്ഞ മാർച്ചിൽ കഴിഞ്ഞിരുന്നു. 2022-ലാണ് ജില്ലാ പഞ്ചായത്ത് 68 ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി കൊണ്ടുവന്നത്. 2023-ലാണ് നിർമ്മാണം ആരംഭിക്കുന്നത്. 10 മാസമാണ് കാലാവധി ഉണ്ടായിരുന്നത്. ആദ്യ കരാറിനു ശേഷം പലതവണ പിഴ കൂടാതെ പൂർത്തീകരണ കാലാവധി നീട്ടി നൽകിയിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. നിർമ്മാണം നീണ്ടുപോയപ്പോൾ പഞ്ചായത്ത് വിഹിതം 2.5 ലക്ഷം രൂപയും കേന്ദ്ര ഫണ്ട് 14 ലക്ഷം രൂപയും വകയിരുത്തി. 85 ലക്ഷം രൂപ ഇപ്പോൾ ഇതിനായി വകയിരുത്തിയിട്ടുണ്ട്. പദ്ധതിയുടെ 70% പൂർത്തിയായതായാണ് പഞ്ചായത്ത് അവകാശപ്പെടുന്നത്. കോസ്റ്റ് ഫോർഡിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കിയുള്ള പ്രവൃത്തികൾ പുതിയ കമ്പനിയെ ഏൽപ്പിക്കുമെന്നും പഞ്ചായത്ത് ഭരണ നേതൃത്വം വ്യക്തമാക്കി. വാതക ശ്മശാനത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തെ തുടർന്നാണ് പ്രതികരണവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത്. വസ്തുത എല്ലാം അറിയുന്ന പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്തിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്മശാന വിഷയത്തിൽ പഞ്ചായത്ത് യോഗത്തിൽ ഒരു വിയോജനക്കുറിപ്പ് പോലും നൽകാതെയാണ് പ്രതിപക്ഷം ഭരണസമിതിക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പുറം നാടകം കളിക്കുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ശ്മശാനത്തിന് 2021-22 കാലയളവിൽ പദ്ധതി വെച്ചത്. എന്നാൽ 2023-24 വർഷത്തിലാണ് അതിനു വേണ്ട ഫണ്ട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചു തന്നത്. അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് തന്നെ കോസ്റ്റ് ഫോർഡുമായി കരാറിൽ ഏർപ്പെടുകയും പണി തുടങ്ങുന്നതിനുള്ള കാര്യങ്ങൾ ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് അവരുമായിട്ട് കരാർ ഏർപ്പെട്ട് പണി തുടങ്ങിയത്. എന്നാൽ നമ്മുടെ ശ്മശാനം നിൽക്കുന്ന സ്ഥലം അത് കോസ്റ്റ് ഫോർഡിൻ്റെ ഏജൻസികൾ കൃത്യമായി അത് പരിശോധിക്കാതെ പണി തുടങ്ങിയതിനാൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ചുമതലയുള്ള വന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലല്ല, എങ്ങനെ പണി തുടങ്ങിയാൽ അത് ശരിയാവില്ലെന്ന് വൈസ് പ്രസിഡന്റ് NMK നബീൽ, അജയ്കുമാർ വൈലേരി, നിഷ ബിനോജ്, സീജ മൊയ്തുണ്ണി, അംഗങ്ങളായ മിൽന സിൻഡോ, ഷെസീന കബീർ, ആറംബക്കർ എന്നിവർ പങ്കെടുത്തു.